ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ ശപ്പാടൊക്കെ അടിച്ചിട്ട് ക്ഷീണത്തിലായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ശപ്പാടൊക്കെ അടിച്ച് ഓണസദ്യയൊക്കെ കഴിച്ച് ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമയൊക്കെ കണ്ട് വന്ന് റിലാക്സ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ട സിനിമയുടെ ഒക്കെ ഒരു ഏകദേശ രൂപരേഖ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടോപ്പിൽ നിൽക്കുന്നത് ലോകയാണ് കേട്ടോ. ലോക ഏകദേശം 100 കോടിയോളം രൂപ ഓൾ ഓവർ കളക്ട് ചെയ്തിരിക്കുകയാണ്. തൊട്ടു പുറകിലായിട്ട് ഹൃദയം ഉണ്ട്, സോറി ഹൃദയപൂർവം ഉണ്ട്, നമ്മുടെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം ഉണ്ട്. ഹൃദയപൂർവ്വം ഏകദേശം 50 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഹൃദയപൂർവ്വം അറിയാലോ, അത്ര വലിയ എല്ലാവരും പോസിറ്റീവ് റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആരും വലിയ മാസ് റിപ്പോർട്ടോ അല്ലെങ്കിൽ എക്സ്ട്രീം റിപ്പോർട്ടോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ റിവ്യൂവേഴ്സ് ആണെങ്കിൽ ഞാനടക്കം ഒരു സാധാ ടിപ്പിക്കൽ സത്യനന്ദിക്കാട് ഫീൽ ഗുഡ് മൂവി എന്നാണ് റിവ്യൂ തന്നിരുന്നത്. ലോകയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റിവ്യൂ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോക വൻ ഹിറ്റായിട്ട് വൻ മാസ് പടമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ മാത്രമല്ല, തമിഴിൽ റിലീസായി, ഹിന്ദിയിൽ, തെലുങ്കിലും ഒക്കെ റിലീസായി മൾട്ടി ലാംഗ്വേജിലാണ് റിലീസായിരിക്കുന്നത്. ഹിന്ദി അടുത്താണ് റിലീസായത്. അപ്പോൾ എല്ലാ ലാംഗ്വേജിലും വളരെ നല്ല അഭിപ്രായമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ വലിയ കളക്ഷനാണ്, വലിയ മാർജിനുള്ള കളക്ഷനാണ് എല്ലാ ലാംഗ്വേജിൽ നിന്നും ഈ ലോക കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ദുൽഖർ എന്നുള്ളൊരു പ്രൊഡ്യൂസർക്ക് എനിക്ക് തോന്നുന്നു കോടികളുടെ ലാഭം ഉണ്ടാക്കിക്കൊടുക്കുന്ന ഒരു ബിസിനസ് ആയിട്ടുണ്ട് ലോക എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അതുപോലെ തന്നെ പൈസ മാത്രമല്ല, വളരെ വലിയ രീതിയിലുള്ള അപ്രിസിയേഷൻ വലിയ വലിയ സ്ഥലങ്ങളിൽ നിന്നും ലോകയ്ക്ക് വരുന്നുണ്ട്. അപ്പം ലോക അതുപോലെ തന്നെ ഒരു ഹൃദയപൂർവം എന്നുള്ള 2 സിനിമകളാണ് ഓണത്തിന് റിലീസായതിൽ വെച്ച് നല്ല അഭിപ്രായങ്ങൾ തേടി, അതുപോലെ തന്നെ നല്ല കളക്ഷൻ നേടി മുന്നോട്ട് പോകുന്നത്. ലോകയ്ക്ക് തൊട്ടു പിറകിൽ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം ഉണ്ട്, സത്യനന്ദിക്കാട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള. വലിയ ഈ ഹൃദയപൂർവ്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് പോകാതെ വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ മറ്റൊരു സ്റ്റാറാണ് ചെയ്തതെങ്കിൽ 25 കോടി പോയിട്ട് ഒരു 25 കോടിയല്ല, 50 കോടി പോയിട്ട് എനിക്ക് തോന്നുന്നൊരു 10 കോടി പോലും പ്രോഫിറ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ സിനിമയിൽ അങ്ങനെ വ്യത്യസ്തമായ ഒരു സംഭവങ്ങളില്ല, വൻ ടെസ്റ്റുകളില്ല, ആക്ഷൻ സീക്വൻസുകളോ അങ്ങനെ സംഭവം ഞെട്ടിപ്പിക്കുന്ന പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള ഒരു പാക്കേജും ഉള്ള ഒരു സിനിമ അല്ലത്. ഇമോഷണലി കുറച്ച് ആൾക്കാരെ ഹുക്ക് ചെയ്യുമെന്നല്ലാണ്ട് സാധാ ഒരു ടിപ്പിക്കൽ സത്യനന്ദിക്കാട് മൂവിയാണ്. അത് ഇഷ്ടപ്പെടുന്നവർ മാത്രം പോയാൽ മതി എന്ന് ഞാൻ എൻ്റെ റിവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമ 50 കോടി ക്ലബിൽ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും ആ സിനിമ ആൾക്കാർ ഫാമിലി ബുക്ക് ചെയ്ത് പോയി കാണുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരേ ഒരു ഫാക്ടർ മോഹൻലാൽ, ലാലേട്ടൻ എന്നുള്ളൊരു ആളാണ് കേട്ടോ. മോഹൻലാൽ പടം ആയതുകൊണ്ട് മാത്രമാണ് ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ 50 കോടി ക്ലബിൽ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ കണ്ണും പൂട്ടി നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ആ ഒരു നടൻ്റെ ഒരു എന്താ പറയണ്ട മാർജിൻ, ആ നടൻ മലയാളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പവർ, അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പം ലോകയോട് ഏറ്റുമുട്ടി മറ്റേത് പടം വന്നതെങ്കിലും ഇപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ ഈ ഒരു മാർജിനിൽ. ലോകയോട് ഏറ്റുമുട്ടി ലോക പോലെ വലിയൊരു പടത്തോട് ആണ് കേട്ടോ താരം, അതൊന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ലോക അത്രയും വലിയ, ലോകയിൽ വലിയ സെലിബ്രിറ്റികളൊന്നും ഇല്ല, വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു മൂവിയാണ് ലോക എന്ന് പറയുന്നത്. പിന്നെ കാമിയോ റോളിൽ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, അതൊഴിച്ചാൽ വലിയൊരു എന്താ പറയണ്ടേ, വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാത്തൊരു മൂവിയാണ്. എന്നിട്ടും ആ സിനിമ 100 കോടിയും കഴിഞ്ഞ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ അതിൻ്റെ കണ്ടന്റ് എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ്. കാരണം അതിൻ്റെ മേക്കിംഗ്, ബ്രില്യൻ മേക്കിംഗ്, ഡയറക്ഷൻ, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ സ്റ്റോറി വൈസ്, ആക്ടിങ് ഓൾസോ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കല്യാണി പ്രിയദർശൻ ഒന്നും പറയാനില്ല, വേറെ ലെവൽ ആക്ടിങ് ആയിരുന്നു. അതുപോലെ തന്നെ നസ്ലിൻ വളരെ നന്നായിരുന്നു. നസ്ലിൻ്റെ പഴയ സിനിമകളെ അപേക്ഷിച്ച് ഇതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള അത്യാവശ്യം നല്ല ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ ചന്തു, അതുപോലെ കാമിയ റോൾ വന്നതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു കുഞ്ഞു കുട്ടിയുണ്ട് കേട്ടോ, ചെറിയ കല്യാണിയുടെ ചെറിയ കാലഘട്ടം ചെയ്തിരിക്കുന്ന ആ കുട്ടിയൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെ എന്തൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ കൊടുത്തു എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദുൽഖർ സൽമാൻ്റെ സീൻ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലെ ടൊവിനോ, സണ്ണി വെയിൻ, അതുപോലെ തന്നെ മമ്മൂക്കയെ കാണിക്കുന്ന ഒരു കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ, കുറച്ച് സൗണ്ട്
അതുവരെ വളരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ സിനിമയിലെ താരം, ഈ സിനിമയുടെ നട്ടൽ എന്ന് പറയുന്നത് അത് കോണ്ടന്റ് ആണ്, സ്ക്രിപ്റ്റ്, അതുപോലെ ഡയറക്ഷൻ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമയോടാണ് നമ്മുടെ ഹൃദയപൂർവ്വം വെറുമൊരു എന്താ പറയണ്ടേ, ഒരു ടിപ്പിക്കൽ കഥ വെച്ചിട്ട് ഹൃദയപൂർവ്വം ഏറ്റുമുട്ടി 50 കോടി ക്ലബിൽ കയറിയിരിക്കുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ. മോഹൻലാൽ എന്ന നടൻ്റെ റേഞ്ചാണ് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയി പുള്ളി ഇപ്പം ഹാട്രിക് 50 കോർ നേടിയിരിക്കുകയാണ്. ആദ്യത്തെ നടനാണ് കേട്ടോ ഇത്ര അടുപ്പിച്ച് ഒരു 50 കോടി നേടുന്ന, ഒഫീഷ്യലി 50 കോടി നേടുന്ന ഒരു നടനായി ലാലേട്ടനെ. അതും അത്യാവശ്യം തിയേറ്ററിൽ ഇപ്പോൾ ആൾക്കാർ കാണുന്നുണ്ട്. അതായത് ഒരു ലോകയ്ക്ക് കൂടുതൽ ആൾക്കാരും പോകുന്ന ഒരു യങ് ജനറേഷൻ ആൾക്കാരാണ് മെയിൻ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത്. കുറച്ചുകൂടി ആൾക്കാർ, ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ, കുറച്ചുകൂടി പ്രായമായ ആൾക്കാരൊക്കെ ഹൃദയപൂർവ്വം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ടിക്കറ്റ് സെയിലായി പോകുന്നുണ്ട്. ബുക്ക് മൈ ഷോയിൽ 8.8 ഇപ്പോഴും റേറ്റിംഗ് നടക്കുന്നുണ്ട്. ലോകയ്ക്ക് 9.2 ഒക്കെ വരുന്നുണ്ട്. ലോകയ്ക്ക് ഒരുപാട് ടിക്കറ്റ് സെയിലായി പോകുന്നുണ്ട്. അത് റിലീസ് ചെയ്ത എല്ലാ ലാംഗ്വേജിലും അത്യാവശ്യം വളരെ നല്ല രീതിയിൽ തന്നെ അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല പ്രോഫിറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. ഹൃദയപൂർവ്വം അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പം ബാക്കി ഓണം റിലീസായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഫഹദ് ഫാസിലിൻ്റെ ഓടും കുതിര ചാടും കുതിരയാണ്. തിയേറ്ററിൽ നിന്ന് ഏകദേശം വാഷ് ഔട്ട് ആയിട്ടുണ്ട് സിനിമ. കാരണം വൻ പരാജയമായിരുന്നു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ വൻ പരാജയം. സാധാരണക്കാരനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത, സാധാരണക്കാരന് മനസ്സിലാകാത്ത, എന്തിനോ വേണ്ടി എഴുതി ഉണ്ടാക്കിയ ഒരു കഥയാണ് സിനിമയുടെ ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ആൾക്കാർ ആ സിനിമ തള്ളിക്കളഞ്ഞു. സിനിമ വൻ പരാജയമായിട്ടുണ്ട്. സംഭവ ഏകദേശം വാഷ് ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു നമ്മുടെ മേനെ പ്യാർ കിയ. അത് ഒരു കൂട്ടം പുതിയ ആൾക്കാരുടെ സിനിമയായിരുന്നു. അത് അത്യാവശ്യം ഒരു ആവറേജ് അഭിപ്രായമൊക്കെ നേടിയിട്ടുണ്ട് സിനിമ. അത്യാവശ്യം എനിക്ക് തോന്നുന്നു വലിയൊരു നഷ്ടം പ്രൊഡ്യൂസർക്ക് വരാൻ സാധ്യതയില്ലാത്തൊരു സിനിമയായിട്ട് അത് മാറും. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും മസ്റ്റ് വാച്ച് ആയിട്ടുള്ള മൂവിയാണെന്ന് ചോദിച്ചാൽ അല്ല. അത്യാവശ്യം ജസ്റ്റ് ഒന്ന് വൺ ടൈം വാച്ചബിൾ എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായം നേടിയ സിനിമയാണ് മേനെ പ്യാർ കിയ. അപ്പോൾ അതും ഏകദേശം തിയേറ്ററിൽ ഇപ്പോൾ ഓടുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന 2 പടങ്ങളും ഓടുന്നുണ്ട്. പക്ഷേ ഒരുപാട് തിയേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഓടും കുതിര ചാടും കുതിര വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മേനെ പ്യാർ കിയ അത്യാവശ്യം അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു മൂവിയാണ്. അതുപോലെ തന്നെ പരം സുന്ദരി എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി മൂവി വന്നിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ വലിയ ബലമില്ലാത്ത സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേരളത്തിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതും അത്യാവശ്യം തിയേറ്ററിൽ ഇങ്ങനെ ഓടുന്നുണ്ട്. പിന്നെ നമ്മൾ വലിയ ഒരു സംഭവം പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അതും നമ്മളെ നിരാശനാക്കും. അത്യാവശ്യം ഒരു ആവറേജ് പരം സുന്ദരി, അതുപോലെ തന്നെ ഈ മേനെ പ്യാർ കിയൊക്കെ ഒറ്റ ബെൽറ്റ് കെട്ടാവുന്ന രീതിയിലുള്ള ഒരു പടം, ആ ഒരു റേഞ്ചിലുള്ള പടങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ റിലീസിന് വന്ന ഈ പറയുന്ന പോലെ ഹൃദയപൂർവ്വവും ലോകവുമാണ് അത്യാവശ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ലോക ഈ ഓട്ടം ഇവിടെ അടുത്തൊന്നും നിർത്തില്ല. കാരണം അത് എങ്ങനെ പോയാലും 200 കോടി അടിക്കും. 200 കോടി എന്തായാലും ഓൾ ഓവർ അത് കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ എമ്പുരാൻ്റെ ഒരു റെക്കോർഡ് മറികടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എമ്പുരാൻ്റെ ടിക്കറ്റ് സെയിലായത് വെച്ചൊക്കെ നോക്കിയാൽ അത്രത്തോളം വന്നിട്ടില്ല ലോകയുടെ ടിക്കറ്റ് സെയിലും അതുപോലെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ. എന്തായാലും 200 കോടി ക്ലബിൽ എന്തായാലും പടം കയറും. കല്യാണി പ്രദർശൻ വേറെ ലെവലിലേക്ക് മാറും. അടുത്ത പാർട്ട് വരുമ്പം ഒരുപാട് കാശുണ്ടാക്കിയ DQ അടുത്ത പാർട്ട് ഇതിലും മികച്ചതായിട്ട് ചെയ്യും. അത് ചിലപ്പം ആ പാർട്ട് വരുമ്പോൾ എന്തായാലും ലൂസിഫർ എമ്പുരാൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത്രത്തോളം എക്സ്പെക്റ്റേഷനാണ്. എനിക്ക് തോന്നുന്നത് പ്രീ ബുക്കിങ്ങിൽ തന്നെ ലോകയുടെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ റെക്കോർഡ് അടിക്കും. കാരണം ഇതിൽ പ്രീ ബുക്കിംഗ് ലോകയ്ക്ക് എമ്പുരാൻ്റെ അടുത്ത് 7 അയലക്കത്ത് പോലും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ, ലോകയുടെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ വൻ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും, വൻ ഹൈപ്പിലായിരിക്കും, വൻ രീതിയിലുള്ള ഒരു ബുക്കിംഗ് ഉണ്ടാകും. ആ പാട്ട് വരുമ്പോൾ മിക്കവാറും ഈ പറയുന്ന എമ്പുരാൻ്റെ റെക്കോർഡൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ പടങ്ങൾ വരുന്നുണ്ട്. പുള്ളി ഇട്ട റെക്കോർഡ് തന്നെയാണ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എമ്പുരാൻ്റെ റെക്കോർഡും അടുത്തൊരു പടം ദൃശ്യം 2 ഒക്കെ വരുമ്പോഴേക്കും ചിലപ്പം അത് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും ലോക 2 എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവി കൂടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയപൂർവ്വവും ഓടുന്നുണ്ട്. ഓണം വിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകയാണ്. ടോപ്പ്
1 നിൽക്കുന്നത് ലോകയാണ്, ഒരു സംശയമില്ലാതെ പറയാം. തൊട്ട് പുറകെ ഹൃദയപൂർവ്വമുണ്ട്. എങ്കിലും ഹൃദയപൂർവ്വത്തെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു സ്റ്റോറി വെച്ച്, ഒരു യാതൊരു ഹൈപ്പും ഇല്ലാത്തൊരു സ്റ്റോറി വെച്ചിട്ട്, ഒരു പുതുമയില്ലാത്തൊരു സ്റ്റോറി വെച്ച് ആ സിനിമ 50 കോടി ക്ലബിലെത്തി എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതമാണ് കേട്ടോ. അതൊരു തള്ളുമല്ല. അത്യാവശ്യം തിയേറ്ററിലൊക്കെ ആൾക്കാർ ബുക്ക് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. അപ്പം അതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. മോഹൻലാൽ എന്നുള്ള ഒരു ഒറ്റ ഫാക്ടർ വെച്ചാണ് ആ സിനിമ 50 കോടി കളക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ അത്യാവശ്യം സ്റ്റോറി വലിയ പുതുമകളൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും അത്യാവശ്യം മോശമില്ലാത്തൊരു കഥയുമുണ്ട്. അപ്പം എന്തായാലും ഈ ഓണം ലോക തൂക്കിയിരിക്കുകയാണ്. ലോകയോടൊപ്പം ഹൃദയപൂർവ്വം ലാലേട്ടനും തൂക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.